ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. നമുക്ക് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഭാഗം 1 നോക്കാം. ഇതിലുള്ള ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി 3ാമത്തെ ചാപ്റ്ററായ വൈദ്യുതിയുടെ ലോകം നമുക്ക് ഇന്ന് പഠിക്കാം. വൈദ്യുതിയുടെ ലോകം. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മറ്റ് പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. അപ്പോൾ വൈദ്യുതി മറ്റ് പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ്. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് വൈദ്യുത സ്രോതസ്സുകൾ. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. അപ്പോൾ വൈദ്യുതി സെല്ലുകളും ജനറേറ്ററും സോളാർ സെല്ലുകളൊക്കെ വൈദ്യുത സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിക്കുന്നു. നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണെന്ത്? വൈദ്യുത സെല്ലുകൾ. ഇവയിൽ എന്താണ്? വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ടാണ് സംഭരിക്കുന്നത്. നാം ഉപയോഗിക്കുമ്പോൾ ഈ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി സെല്ലും ബാറ്ററിയും. എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. അപ്പോൾ ഇവിടെ 2 ചിത്രം തന്നിട്ടുണ്ട്. ആദ്യത്തേത് ഒരു സെല്ലിന്റെ ചിത്രമാണ്. രണ്ടാമത്തേത് എന്താണ്? 2 സെല്ലുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് ബാറ്ററിയാണ്. ഇനി എന്താണ്? സെല്ലിന്റെ ചിത്രമാണ് ആദ്യം ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സെല്ലിന്റെ ചിത്രമാണ്. ഇനി ഒരു ബോക്സ് തന്നിട്ടുള്ളതാണ് വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഒരു തരം മരക്കറ ഉറച്ചുണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. അപ്പോൾ വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവക്ക് എന്താണ്? വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. ഇവിടെ ചിത്രത്തിൽ എന്താണ്? ഒരു എമർജൻസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എമർജൻസിയിൽ ഏത് തരം ബൾബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. LED ബൾബുകളാണ് എമർജൻസിയിൽ യൂസ് ചെയ്യുന്നത്. എന്താണ് LED? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ഇതെന്താണ്? ഊർജ്ജ ലാഭത്തിന് ഗണ്യമായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ബൾബുകളെക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFL-ന്. സമീപകാലം വരെ CFL വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFL-നേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. അപ്പോൾ LED ബൾബുകളാണ് CFL-നേക്കാൾ കുറഞ്ഞ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എമർജൻസിയിലൊക്കെ യൂസ് ചെയ്യുന്നത് LED ആണ്. LED-ന്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഏറ്റവും കുറവ് ഊർജ്ജം ഉപയോഗിച്ച് പ്രകാശിക്കുന്ന ബൾബുകളാണെന്ത്? LED ബൾബുകൾ. ഇനി ഇവിടെ 3 ബൾബുകളുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഫിലമെന്റ് ബൾബിന്റെയും, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ CFL-ന്റെ, അതുപോലെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആയിട്ട് LED ബൾബിന്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു 3 ബൾബിലും ഏറ്റവും കുറഞ്ഞ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബൾബാണെന്ത്? LED ബൾബുകൾ. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂളുകൾ. ഇനി ഇവിടെ ഒരു ബോക്സിലായിട്ട് വൈദ്യുത സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ് കൊടുത്തിട്ടുണ്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. അപ്പം എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. ഇനി അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അപ്പോൾ ഇവിടെ 3 സർക്യൂട്ടുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 എന്താണ്? ഓപ്പൺ ആണ്. അതുകൊണ്ട് എന്താണ്? ഇതിലൊന്നും ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ.
ഇനി ഇവിടെ എന്താണ്, സ്വിച്ച് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. അപ്പോൾ ഒരു സർക്യൂട്ടിനെ സ്വിച്ചുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താണ്, സർക്യൂട്ട് അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സർക്യൂട്ട് അടഞ്ഞു നിൽക്കുമ്പോഴാണ് എന്ത്, ആ ഒരു സർക്യൂട്ട് പൂർത്തിയാകുന്നത്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി വിവിധ തരം സ്വിച്ചുകൾ. പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചുകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാധാരണ സ്വിച്ച്, 2 വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച്. ഇതൊക്കെ വിവിധ തരം സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുന്ന വിവിധ തരം സ്വിച്ചുകളാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താണ്, വൈദ്യുതി ബാറ്ററിയിൽ നിന്നും ബൾബിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. ഇനി എന്തിലൂടെയാണ് ബാറ്ററി ബൾബിലേക്ക് എത്തുന്നത്, അതാണ് ഇനി നോക്കാനുള്ളത്. ചാലകങ്ങളും ഇൻസുലേറ്ററുകളും, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളുമാണ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് എന്ത്, ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. ഇരുമ്പും സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളുമാണ്. ഇനി ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭവും അതുപോലെ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭവും നോക്കാം നമുക്ക്. ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പി എന്താണ്, ചാലകങ്ങളാണ് അല്ലേ. ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പികൾ യൂസ് ചെയ്യുന്നത് ചാലകമായിട്ടാണ്. എന്നാൽ ഇൻസുലേറ്റർ ആയിട്ട് എന്താണ്, ചെമ്പുകമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ്, ഇൻസുലേറ്ററുകൾക്ക് ഉദാഹരണമാണ്. അടുത്തതാണ് ലോഹങ്ങൾ. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങി അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി അല്ലെങ്കിൽ രസം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. എന്നാൽ ലോഹങ്ങളെല്ലാം എന്താണ്, അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മെർക്കുറി ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നൊരു ലോഹമാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ഇനി കുറച്ച് ഉപകരണങ്ങളുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ്, ആ ഒരു ഉപകരണത്തിന് ഡിനോട്ട് ചെയ്യാനുള്ള ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്. ചാലക കമ്പി, അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ചിഹ്നം, അതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, അതുപോലെ സെല്ലിൻ്റെ ചിഹ്നം, ബാറ്ററി, പ്രകാശിക്കുന്ന ബൾബ്, ബസർ, മിനി മോട്ടോർ, LED ഇവയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ ഡിനോട്ട് ചെയ്യാനുള്ള ചിഹ്നങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് വൈദ്യുത ഷോക്ക്. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന് പ്രധാന കാരണം എന്താണ്, ഹൃദയാഘാതമാണ്. അപ്പം എന്താണ്, ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നതിന് കാരണം എന്താണ്, ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാലാണ്. ജലവും ഒരു ചാലകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ശരീര കോശങ്ങളിലുള്ള ജലത്തിന്റെ സാന്നിധ്യമാണെന്ത്, ഷോക്ക് ഏൽക്കാൻ കാരണം. പൊട്ടിയ വൈദ്യുത ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായിട്ട് സമ്പർക്കത്തിലെത്തുമ്പോഴാണ് നമുക്ക് ഷോക്ക് ഏൽക്കുന്നത്. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം എന്താണ്, ഹൃദയാഘാതമാണ്. മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്.
അപ്പോൾ മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. ആ മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ അതുപോലെ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഷോക്ക് ഏറ്റുകിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. വൈദ്യുത ബന്ധം ഒഴിവാക്കാനാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കൊമ്പോ ചാലകമല്ലാതെ മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. പിന്നീട് ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ് വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇതൊക്കെയാണ് ഷോക്കേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇനി ജലവൈദ്യുത നിലയം. ഉയരമുള്ള പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടില്ലേ? ഇവിടെ നിന്നാണ് ഈ കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകളെ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണെന്ത് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് നോക്കാം. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുള്ള ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. അപ്പം എന്താണ്? അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണെന്ത് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പം നമ്മുടെ വീടുകളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ജലവൈദ്യുതിയാണ്. ജലവൈദ്യുത നിലയങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. ഇനി ഇവിടെ വൈദ്യുത ഉൽപാദനത്തിലുള്ള മറ്റ് സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്. താപവൈദ്യുത നിലയം, ആണവോർജ നിലയം, കാറ്റാടിപ്പാടം, കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും അതുപോലെ ആണവോർജം ഉപയോഗിച്ചും പിന്നെന്താണ് കാറ്റ്, ജലം എന്നിവയിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചൊക്കെ നമ്മുടെ രാജ്യത്ത് എന്താണ് വിവിധ തരത്തിലുള്ള വൈദ്യുതികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി സോളാർ പാനൽ, ചന്ദ്രയാൻ 3, സോളാർ കാർ എന്നിവയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് സൗരോർജം. ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ചു വരേണ്ടതുണ്ട്. ഇതിനായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇപ്പം സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നാണ് സോളാർ പാനൽ. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഊർജ പ്രതിസന്ധികൾക്കുള്ളൊരു പരിഹാരമാണ് സൗരോർജം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.